അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് കപ്പലുകളും വിമാനങ്ങളും ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷമാകുന്നതായി പറയപ്പെടുന്ന പ്രദേശമാണ് ബർമുഡ ട്രയാങ്കിൾ അഥവാ ചെകുത്താന്റെ ത്രികോണം. ഫ്ലോറിഡയുടെ തീരം, പ്യൂർട്ടോറിക്കോ, ബർമുഡ ദ്വീപ് എന്നിവ ഏകദേശം അതിർത്തികളായി വരുന്ന ഈ മേഖല ലോകത്തിലെ ഏറ്റവും വലിയതും ആകർഷകവുമായ നിഗൂഢതകളിൽ ഒന്നായി വർഷങ്ങളായി നിലകൊള്ളുന്നു. ഈ പ്രദേശത്തിന് ഒരു ഔദ്യോഗിക അതിർത്തി നിർവചനം ഇല്ലെങ്കിലും ഇവിടെ നടന്നതായി പറയപ്പെടുന്ന സംഭവങ്ങളാണ് ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഭാവനയെ ആകർഷിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ബർമുഡ ട്രയാങ്കിൾ എന്ന ആശയം പൊതുജന ശ്രദ്ധ ആകർഷിച്ചത്. 1964-ൽ വിൻസെന്റ് ഗാഡിസ് എന്ന എഴുത്തുകാരനാണ് ആദ്യമായി ഡെഡ്ലി ബർമുഡ ട്രയാങ്കിൾ എന്ന പദം ഉപയോഗിച്ച് ഈ പ്രദേശത്തെ ശ്രദ്ധേയമാക്കിയത്. എന്നാൽ 1974-ൽ ചാൾസ് ബെർലിറ്റ്സ് എഴുതിയ ദ ബർമുഡ ട്രയാങ്കിൾ എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ദുരൂഹത ലോകമെമ്പാടും ചർച്ചാവിഷയമായി മാറിയത്. നൂറ്റാണ്ടുകളായി 50-ലധികം കപ്പലുകളും 20-ലധികം വിമാനങ്ങളും ഇവിടെ അപ്രത്യക്ഷമായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ പലതിന്റെയും അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താനായിട്ടില്ല. ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ സംഭവങ്ങളിൽ 2 പ്രധാനമാണ്. ആദ്യത്തേത് 1918-ൽ 306-ലധികം പേരുമായി പോയ അമേരിക്കൻ നാവികസേനയുടെ കൂറ്റൻ ചരക്കുകപ്പലായ USS സൈക്ലോപ്സ് ആണ്. ബ്രസീലിൽ നിന്ന് ബാൾട്ടിമോറിലേക്ക് പോവുകയായിരുന്ന ഈ കപ്പൽ ഒരു സഹായ സന്ദേശം പോലും അയക്കാതെ അപ്രത്യക്ഷമായി. രണ്ടാമത്തെ സംഭവം 1945-ൽ നടന്ന ഫ്ലൈറ്റ് 19 ദുരന്തമാണ്. പരിശീലന പറക്കലിനായി പുറപ്പെട്ട 5 അമേരിക്കൻ നേവി ടോർപിഡോ ബോംബറുകളാണ് അപ്രത്യക്ഷമായത്. വിമാനത്തിന്റെ നേതാവ് അയച്ച റേഡിയോ സന്ദേശങ്ങൾ സൂചിപ്പിച്ചത് അവരുടെ കോമ്പസുകൾ പ്രവർത്തിക്കുന്നില്ലെന്നും കാഴ്ചയിൽ കടലിന് എന്തോ മാറ്റം സംഭവിച്ചുവെന്നുമാണ്. ഇവരെ തിരഞ്ഞുപോയ ഒരു റെസ്ക്യൂ വിമാനം പോലും പിന്നീട് കാണാതായി. ഈ അപ്രത്യക്ഷമാകലുകൾക്ക് പിന്നിൽ നിരവധി അമാനുഷിക സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. അപ്രത്യക്ഷമായ പുരാതന നഗരമായ അറ്റ്ലാന്റിസിലെ ഊർജ്ജസ്ഫടികങ്ങൾ ഇപ്പോഴും സമുദ്രത്തിനടിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവാമെന്നും ഇത് കപ്പലുകളുടെയും വിമാനങ്ങളുടെയും ഉപകരണങ്ങളെ തകരാറിലാക്കുന്നുണ്ടാവാമെന്നും ചിലർ വിശ്വസിക്കുന്നു. മറ്റ് ചില സിദ്ധാന്തങ്ങൾ അന്യഗ്രഹജീവികളാണ് ഈ കപ്പലുകളെയും വിമാനങ്ങളെയും തട്ടിക്കൊണ്ടുപോകുന്നതെന്ന് പറയുന്നു. കൂടാതെ ഈ മേഖലയിൽ സമയത്തിന്റെ തുരങ്കങ്ങളോ അഥവാ ടൈം വാർപ്പുകളോ മറ്റ് മാനങ്ങളിലേക്കുള്ള വാതിലുകളോ ഉണ്ടെന്ന വിചിത്രമായ വാദങ്ങളും ശക്തമാണ്. എന്നാൽ US കോസ്റ്റ് ഗാർഡ്, നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫെറിക് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളെല്ലാം ഇത്തരം അമാനുഷിക വിശദീകരണങ്ങളെ നിരാകരിക്കുന്നു. ഭൂരിപക്ഷം സംഭവങ്ങൾക്കും പിന്നിൽ വ്യക്തമായ പാരിസ്ഥിതികവും മനുഷ്യസഹജവുമായ കാരണങ്ങളാണുള്ളതെന്ന് അവർ വാദിക്കുന്നു. ഹൂറിക്കേനുകൾ, ഉഷ്ണമേഖലാ കൊടുങ്കാറ്റുകൾ, ഗൾഫ് സ്ട്രീം പ്രവാഹം മൂലമുണ്ടാകുന്ന അതിവേഗ കാലാവസ്ഥാ മാറ്റങ്ങൾ എന്നിവയെല്ലാം പ്രധാന ഘടകങ്ങളാണ്. കൂടാതെ ഈ പ്രദേശം കപ്പൽ ഗതാഗതം കൂടുതലുള്ളതും അതേസമയം ധാരാളം പവിഴപ്പുറ്റുകളുള്ള അപകടകരമായ ആഴം കുറഞ്ഞ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതുമാണ്. നാവികരുടെ പിഴവുകളും ഉപകരണങ്ങളുടെ തകരാറുകളുമാണ് പല അപകടങ്ങൾക്കും കാരണമായി ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പുറപ്പെടുന്ന മീഥേൻ വാതകത്തിന്റെ കുമിളകൾ ജലത്തിന്റെ സാന്ദ്രത പെട്ടെന്ന് കുറയ്ക്കുകയും കപ്പലുകൾ മുങ്ങാൻ കാരണമാവുകയും ചെയ്യുമെന്ന സിദ്ധാന്തവും ശക്തമാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള മറ്റ് തിരക്കേറിയ സമുദ്രപാതകളെ അപേക്ഷിച്ച് ബർമുഡ ട്രയാങ്കിളിൽ അപ്രത്യക്ഷമാകാനുള്ള സാധ്യത കൂടുതലല്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എങ്കിലും ഫ്ലൈറ്റ് 19 പോലുള്ള ദുരന്തങ്ങളുടെ കൃത്യമായ അവശിഷ്ടങ്ങൾ കണ്ടെത്താത്തത് ഈ പ്രദേശത്തിന്റെ നിഗൂഢതയെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നു.